ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞങ്ങളങ്ങനെ കണ്ണൂരിൽ നിന്നും നേരെ ഞങ്ങൾ വയനാട്ടിൽ പോയി. വയനാട്ടിൽ നമ്മുടെ അബാദ് ബ്രൂക്ക് സൈഡ് പോയി അടിച്ചു പൊളിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ക്യാപ്ഷൻ പോലത്തെ ഫുൾ ചിരിച്ച് മരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ആ ബ്രൂക്ക് സൈഡിൽ നിന്ന് നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോവുകയാണ്. ഞാനും ഷബീറും കൂടിയിട്ട്. കാരണം ജസീലില്ല, ജസീൽ ബൈക്ക് എടുത്തിട്ട് നേരെ കോഴിക്കോട് പോയിട്ട് തിരിച്ചു വരും. ഞങ്ങളിപ്പോൾ ഇൻട്രോ പറഞ്ഞ എറണാകുളത്ത് നിന്നാണ്. കാരണം അവിടെ നിന്ന് പറഞ്ഞിരുന്ന ഇൻട്രോ ഡിലീറ്റ് ആയിപ്പോയി, ചെറിയ മിസ്റ്റേക്ക് കൊണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ്. അപ്പം ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. രാവിലെ തന്നെ 7 മണിക്ക് ഞങ്ങളൊരു ഓഫ് റോഡ് പോയിരുന്നു. അടുത്തുള്ള ചെറിയൊരു സ്ഥലത്ത് ഓഫ് റോഡ് പോയിരുന്നു, അബാദ് ബ്രൂക്ക് സൈഡിന് അടുത്തായിട്ട്. അതിൻ്റെ ഒരു വിഷ്വൽ നിങ്ങൾ കണ്ടോ. ഓക്കെ, അത് ബാക്കിലൊരാളും കൂടെ ആക്ക്. ഇപ്പൊ ഇറങ്ങിപ്പോ ഇതിന്റെ മുകളിൽ കയറി നിൽക്കാൻ പറ്റില്ല അല്ലേ? അത് ഓപ്പൺ ചെയ്യണം. ബാക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇടിച്ച് പൊളിച്ചു മടക്ക്. ആരും എടുത്തു കൊണ്ടോ, എങ്ങനെയാവും? ഒരു JCB പിടിച്ചോ. ക്യാമറമാൻ ഇപ്പൊ കാണിച്ചു തരാ. വീഡിയോ എടുത്തിട്ട് ഇതാണ് അവന്റെ വീഡിയോ എടുത്തിട്ടില്ല എന്റെ കോലം കണ്ട. ബാക്കി പോയിട്ട് മറ്റൊരാള്, ഇത് വേറൊരാള് കംപ്ലീറ്റ് ചളി കളിച്ചിട്ടല്ലേ. എടാ തീരെ തെറിക്കൂല. തെന്നി പോയി കഴിഞ്ഞാൽ ബാക്ക് അവിടെ സ്റ്റക്ക് ആവും. അത് നോക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. ഇതുണ്ടോ മതിയായിരുന്നല്ല, മാത്രം കൂളായിട്ട് ബാക്കിലേക്ക് ഒന്ന് ഇറക്കി നോക്കും. എടാ അത് കല്ലിനാ തട്ടാ ഫസ്റ്റ്. എടാ ഇതിൽ കേറാൻ കഴിയില്ലല്ലോ, ഇത് തുറക്കണ്ടേ ബാക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓക്കെ, ഓഫ് റോഡ് കഴിഞ്ഞ് വന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളുടെ കൂട്ടത്തിലൊരു വണ്ടി, ഒരു BMW-ൻ്റെ 1200 GS എന്ന് പറഞ്ഞൊരു വണ്ടി, അത് റൈഡിനിടയിൽ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ വണ്ടി എറണാകുളം വരെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഞങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ ആ വണ്ടി ഞങ്ങളുടെ വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് ഞങ്ങൾ നായ്ക്കുറുക്കലിൽ കയറ്റിയിട്ട് ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് പോകട്ടെ. അപ്പോൾ ആ ലോഡ് ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടോക്കെ. ഇത് ഒരു വണ്ടിയില്ല, BMW വണ്ടിയാണ്. അപ്പൊ അത് എറണാകുളത്ത് നമ്മൾ പോകുമ്പോൾ BM-നെ സഹായിച്ചു. സഹായിച്ചു. അതും ശരിക്കണം ബ്രോ. ഇങ്ങോട്ട് വിളിക്കണം. കുറച്ചുകൂടി പോട്ടെ. ഡോർ ക്ലോസ് ചെയ്ത് ബ്രോ. കുറച്ചുകൂടി ഡോർ ക്ലോസ് ആവും. അല്ല ബ്രോ,
സൈഡ് സ്റ്റാൻഡിൽ നിന്നോട്ടോ ഒന്ന് അറിയോ? സൈഡിൽ നിന്നോട്ട് ഇവിടെ ടയർ വരും, സ്റ്റെപ്പിന് ടയർ ഇട്ടിട്ട് ജാം ചെയ്യുന്നുണ്ട്. സൈഡിൽ നിന്നോട്ടെ, സൈഡിൽ നിന്നിട്ട് ചെരിച്ചട വെച്ചോ. ഇപ്പുറം നമ്മൾ വീട് വെക്കുന്നുണ്ട്, സ്റ്റെപ്പിന് വെക്കുന്നുണ്ട്. ഡോർ ക്ലോസ് ചെയ്യും. ആ ഡോർ ക്ലോസ് ആവും, പിന്നെ ക്ലോസ് ആക്കണ്ടേ? പിന്നെ ഡോർ ക്ലോസ് ആയിക്കോ, തള്ളിക്കാം. നോക്കിയോ ബ്രോ, വണ്ടി പിടിച്ചോട്ടോ. ക്ലോസ് ആക്കുമ്പോൾ അമർത്തി പിടിച്ചോ, അനക്കി പിടിച്ചോ. അല്ല കുഴപ്പമില്ല, ഓക്കെ ഇല്ലേ? ഇനി ഈ ടയർ പൊക്കില്ലേ മഡ്ഗാഡില്ലാത്തോണ്ട് തുറന്ന് ബെലിച്ചോ. എന്നിട്ട് ഈ സൈഡ് ടയർ വെച്ചാലേ ജാമായിക്കോളൂടാ. പിന്നെ നമ്മളൊക്കെ ഇതിൻ്റെ മീഡിയം സ്പീഡിൽ പോകാനും പറ്റും. ഡ്രിഫ്റ്റിംഗ് നടക്കൂല. ഡ്രിഫ്റ്റ് ചെയ്യുന്നതല്ല, ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നതാണ്. ഡ്രിഫ്റ്റിന്റെ സ്പെല്ലിംഗ് അറിയാതെ ഞാൻ ഇപ്പൊ DK ആയി. ഡ്രിഫ്റ്റിംഗ് റോഡ് പോലെ ടേൺ ചെയ്ത് ടാക്സി എടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ പോകുന്ന. ശ്രദ്ധിച്ചോ, ഇത് ഇനി അവിടെ എത്തുന്നവരെ ഇതിൽ എന്ത് മനസ്സിലാക്കാം? ഒരു പണിയില്ലെങ്കിൽ ഫ്ലാറ്റ് ബെഡ് ആയിട്ട് വണ്ടി ഉപയോഗിക്കാം. ജീവിച്ചു എന്ന് പണി എടുത്തിട്ട് എന്നിട്ട് ഞാൻ ജീവിക്കണ പറഞ്ഞിട്ട് വേണം അടുത്ത പ്രശ്നം പ്രശ്നങ്ങളോട് ഇതൊന്നും സെറ്റ് ആക്കണല്ലോ. അപ്പൊ ഞാനത് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കലാണ്. പഴംപൊരി ഉണ്ട്, അതുപോലെ നമുക്കിവിടെ കർമൂസ് പപ്പായ, കർമൂസ് അതുപോലെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചോക്കോസ്. അപ്പോൾ ഷെബീർ നസീൽ ഓൾറെഡി കഴിച്ചിട്ട് പോയി. ഞാൻ റൂം പോയി ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മേലെ കുറച്ച് പരിപാടി ഉണ്ട്, അത് കാണിച്ചാൽ. മഴ നനഞ്ഞ് നല്ല മൊഞ്ചായിട്ടൊക്കെ വന്നേക്കണം. ഓക്കെ, ഇനി തിരിച്ച് ഓഫ് റോഡാണ് അവന്റെ GT. അത് അല്ല, ഇവരല്ല ഫെമിൻ പ്രോ ഇവന്റെ വണ്ടി ഇപ്പൊ താഴെ. അങ്ങനെ പറയണ്ട, ചെക്കന് ഫുള്ളായിട്ട് കയറ്റി 500 രൂപ ഗൂഗിൾ പേ ഫുള്ളായിട്ട് ഇവിടം വരെ കയറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ഓഫ് റോഡാ. ഓഫ് റോഡ് കാണിച്ചു കൊടുക്കണേ. അതും മേഡം ട്രയംഫ് GT-ല്, അതായത് റോക്കറ്റ് GT-ല് ഇതുവരെ കേരളത്തിൽ വേറൊരാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ആ ശരിയാ, കാരണം ഒരു വണ്ടി കേരളത്തിലുള്ളൂ. അതിപ്പോ ഇവനടുത്ത് കണ്ടെത്തി കൊണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് ട്രയംഫ് GT കണ്ടത്തിൽ വന്ന സംഭവം ശരി തന്നെയാണ്. അപ്പൊ ഞങ്ങൾ അതിന് മേലെ താഴേലേക്ക് ഇറങ്ങാൻ പോകും. പുറകില് വണ്ടിയുണ്ട്, അതുകൊണ്ട് മെല്ലെ പോകാൻ പറ്റുന്നു. അത് ചെറിയ പ്രശ്നം കൊടുക്കും. എന്താണ് ഇങ്ങനെ ആമനെ പോലെ പോകുന്നത്? ഇങ്ങോട്ടേക്ക് കുതിരനെ പോലെയല്ല വന്നിന്. നീക്കൊരു മുതലെടുക്കുന്നുണ്ടല്ലോ. ബ്ലോക്കായി കുടുങ്ങി കിടക്കുമ്പോ സെൽഫി അല്ലേ? പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, അവർക്ക് അവങ്ങനല്ലേ കിട്ടൂ. ഇവിടെ നിന്നാലല്ലേ കിട്ടൂ, ഒരേ ഓടിക്കൊണ്ടിരിക്കുമ്പോ. ഇത് ഇന്നലെ പോകുമ്പോ ഫുള്ള് നമ്മൾ ബ്ലോക്കായ, ഇന്ന് ബ്ലോക്കായി. തിരിച്ചിറങ്ങുമ്പോ ബ്ലോക്ക് തന്നെ. എന്താ പണി? ഇവിടെ കയറ്റിയിടാം, അത് കയറ്റിയിടാം. നമ്മൾ ഇപ്പുറം കയറ്റിടാം. മല്ലോ സ്ട്രൈറ്റ് എടുക്ക്, നീ താക്ക്, സ്ട്രൈറ്റ് എടുക്ക്. ഫുള്ള് കട്ട് ചെയ്യില്ല, അന്നേരം ബെൻഡായിട്ട് നിൽക്കുക. ആ സൈഡ് ഇറങ്ങാൻ നോക്കണേ. കയറി മല്ലോ, കയറിക്കോ, കയറി മതി. ആ വണ്ടിയിൽ ആളില്ല. ഒരു മിനിറ്റ്.
മോഹൻലാല് മറ്റേ ഒരു മൂവിയിൽ പറഞ്ഞില്ലേ ഈ വണ്ടിക്ക് റിവേഴ്സ് ചെയ്യാറില്ല അങ്ങനെയാണ് സംഭവിച്ചിങ്ങനെ തീർന്നു. നമ്മളിപ്പോൾ അങ്ങനെ താഴെ എത്തിയിട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ബ്ലോക്കാണ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക്. അപ്പം നമ്മൾ വിചാരിച്ചത് ഈ സമയത്ത് കയറാനായിരുന്നില്ല. കുറച്ചും കൂടി രാവിലെ ഇറങ്ങാനാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷെ നടന്നിട്ടില്ല. ശിബിർക്ക് വരാം. വണ്ടിയുടെ അവസ്ഥ എന്താ? സീറ്റ് ബെൽറ്റ് ഇട്ടോ? സീറ്റ് ബെൽറ്റ് ഇപ്പോൾ വെച്ചാൽ നമുക്ക് ഓഫ് റോഡും സീറ്റ് ബെൽറ്റ് പുറത്താണ്. നമ്മളിപ്പോൾ നമ്മുടെ താമരശ്ശേരി ചുരത്തിന് മുകളിലുള്ളത്, പക്ഷെ ഒന്നും കാണുന്നില്ല. കോടയിൽ മുങ്ങിയോണ്ട് ഒന്നും കാണുന്നില്ല കേട്ടോ. ഫ്രണ്ടൊക്കെ നോക്കിയാ ഓക്കെ, ഒന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്യാമറ ഓൺ ആക്കുന്നത്. വീട്ടിൽ കൊണ്ട് പോരാ. നമ്മള് എങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചാൽ നമ്മൾ ഇതേവഴി വന്ന് ഡ്രോണൊക്കെ പറത്തി നമ്മൾ ഉഷാറാക്കാനായിട്ട് വെച്ചേ. പക്ഷേ താമരശ്ശേരി ചുരത്തിനുള്ള നമ്മൾ പോകുന്ന ഡ്രോണൊക്കെ എടുക്കാൻ വെച്ചു. പക്ഷെ എല്ലാം വെള്ളത്തിലെല്ലാം മഴയിലായി, ബോഗിലായി. ഞാൻ എത്ര കൊല്ലം റഷിക്കര് താമരശ്ശേരി 10-13 കൊല്ലം കണ്ടേ നീ വഴി വന്നത്. ഇവര് വന്നിട്ടേ ഇല്ല. അന്നിങ്ങനെ വന്നിറക്കി ഞാൻ താഴെ ഈ ചുരം കയറാൻ പുതിയായിട്ട് വൈത്തിരിയിലേക്ക് ബസ്സിന് ടിക്കറ്റ് എടുത്തിട്ട് ബാലുശ്ശേരിന്ന് വന്നു. എന്നിട്ട് വൈത്തിരി ഇറങ്ങി ആടുന്നൊരു പീടിയൊക്കെ ചായലും കുടിച്ച് തിരിച്ചു പോയി. അന്തകാലം കുറേ കാലം ആഗ്രഹിക്കും ഈ വഴി വരണം. പക്ഷെ നമുക്ക് ഈ വഴി വരേണ്ട ആവശ്യമില്ലാത്ത ശരിക്കും. ഇന്ന് ബസ്സിന് ഓരോ വെള്ളച്ചാട്ടം ചെറിയ വൈബ്. ഇന്ന് ബസ്സിന് ഓരോ ലോറിയിൽ വരുന്നു, ചുവന്ന ലോറി. സ്ഥലം വേണ്ട അവിടുന്ന് വണ്ടി നിർത്താനല്ല. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നേ. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ഈങ്ങാപ്പുഴ കേട്ടോ. ഈങ്ങാപ്പുഴയിലുള്ളത് ഇവര് എല്ലാവരും വയനാട് പോവാ. ഷമീർ അത് നോക്കിക്കോ. ഓക്കെ, അപ്പോൾ നടക്കട്ടെ. ആള് കൂടണ്ട, കൂടി എല്ലാവർക്കും പറയാം. എന്താ അവസ്ഥ? ഇതിങ്ങനെ വല്ലാണ്ട് കുലുങ്ങി ആടുന്നുണ്ട് കേട്ടോ. ഇതൊന്നും നിങ്ങള് അല്ല, ഇത് കുഴപ്പമില്ല. നമ്മൾ വീഡിയോ വെച്ചിട്ട് എന്നാ പൊട്ടിയതല്ലെങ്കിൽ ആ വണ്ടി അങ്ങോട്ട് മൂവ് ആകുന്നത്. പക്ഷേ അങ്ങോട്ട് ചെരിയില്ലടാ. ഇതില്ല ലാഞ്ചും, പക്ഷെ ചെരിയില്ല, വീഴില്ല. 100% ഇങ്ങോട്ട് വീഴില്ല. കെട്ടി പൊട്ടിപ്പോയതാ. ആ ഇത് ഇവിടെ കെട്ടോ, നല്ല കെട്ട്. ആ നല്ലത്. ഇപ്പോൾ കെട്ടി പൊട്ടിപ്പോയട്ടെ. ഇവിടെ ഇങ്ങോട്ടൊരു കെട്ടുണ്ട്, അത് പൊട്ടിപ്പോയിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം ഷബീർ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ഈ കെട്ടുണ്ടോ, ഇവിടെ പൊട്ടിയിട്ട് കുടുങ്ങിയിട്ടുണ്ട്. കൊടുക്കാം, നമുക്ക് അവിടെ നിന്ന് വേറെ കിടക്കാം. എന്നിട്ട് ഇവിടെ ഫുൾ ആളാണ്. ഞായറാഴ്ച ട്രിപ്പിൾ ലോക്ക്ഡൗണാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ കാണാൻ വേണ്ടി നടക്കുക. നമ്മളാരും ക്ഷണിച്ചിട്ട് വന്നില്ല. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അനക്കത്തിനെ കേട്ടു. ബാക്കി നമുക്ക് അവിടെ നോക്കാം. ഇത് വേറെയുള്ള വണ്ടി ബൈക്കായതോടാ. DMന്റെ വണ്ടിയാണ്. 10-28 രൂപ വണ്ടി. ഇത് ഓഫ് റോഡ് വണ്ടി ബൈക്കായി. ഇതൊരു ക്യാമറ എടുക്കും. വീലില്ലോണ്ടാണ് പൊട്ടുന്നത്. വീലില്ലേ ക്യാമറ വീൽ പൊട്ടിട്ട് തിരിച്ചു നമുക്ക് ഓക്കെ അല്ലേ? വീലും ടച്ച് ആയിട്ടില്ല.
പോട്ടാ ഓക്കെ എന്നാല് നമ്മൾ സംഭവം എന്തായാലും എവിടെയെങ്കിലും നിർത്താന്ന് വെച്ചിരുന്നു. പക്ഷേ എന്തായാലും ആൾ കൂടുന്നതുകൊണ്ടാണ് ഞങ്ങൾ മാക്സിമം ഒന്ന് മാറ്റി നിർത്താൻ വെച്ചത്. അപ്പോൾ ഓൾറെഡി ഉറങ്ങുന്ന വണ്ടി കുറേ സമയം ഹോൺ അടിക്കുന്നുണ്ട്. സംഭവം നമുക്കറിയില്ല. ഞാൻ ഷെബീനോട് പറയുന്നത് പണ്ടാറ് ഇവനെ ഇങ്ങനെ ഹോൺ അടിച്ചിട്ട് കൊല്ലുന്നതെന്നുള്ളത്. പക്ഷെ അവരിപ്പോൾ ഫാമിലി കേട്ടോ, ഫാമിലി ആയിട്ടൊന്നും ആൾക്കാരായതുകൊണ്ട് അവർ അങ്ങനെ കാണാൻ ആഗ്രഹിച്ചിട്ട് നിർത്തുന്നു. വളരെ സന്തോഷം. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല അവർ, നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ എടുത്ത് വരുന്നവരും വളരെ സന്തോഷം കാര്യം. പക്ഷേ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്, പോലീസ് പിടിക്കാനാണ് ഒക്കെയാണ്. അപ്പം ഈങ്ങാപ്പുഴ എത്തി. ഈങ്ങാപ്പുഴയിൽ ഇപ്പം നമ്മൾ മുമ്പ് കണ്ടു താമരശ്ശേരി റോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചോറിന് മുമ്പിലിട്ട ബ്ലോക്ക് പോലീസ് വരുമോ കുറച്ച് പറയാൻ. എല്ലാ വണ്ടി ഫ്രണ്ടും ബാക്കിൽ ഇപ്പൊ ചോട്ടു. നിങ്ങൾ കണ്ടോ ഇത് ഈ സെൽഫി എടുക്കൽ എന്ന് പറഞ്ഞില്ലേ, ഈ ബസ് കുറച്ച് സെൽഫി എടുത്ത് നമ്മളിപ്പം അവിടെ എത്താനാ. അതെ ഇറങ്ങിയിട്ട പുള്ളി. ഏയ് എടുക്ക നിങ്ങൾ എടുക്കേ. നിങ്ങൾ കണ്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അവരൊന്നും മാസ്ക് ഇട്ടില്ല. ശരിക്കും ഒരു ബസ് നിറയെ ഒരു ഫാമിലിപ്പെട്ട ആൾക്കാർ വന്നു കേട്ടോ. അപ്പോൾ അവർ ആ വണ്ടിയിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്നു, ഫോട്ടോസ് എടുക്കുന്നു, പോകുന്നു. അത്രയൊന്നും ഇപ്പോൾ സംഭവിച്ചിട്ടില്ലോ. പിന്നെ ഒരുപാട് സന്തോഷം. അല്ല കാസർഗോഡ് കേട്ടോ എല്ലാവരും. നമ്മൾ നേരത്തെ കണ്ട KL02 ആയിരുന്നു, കൊല്ലമായിരുന്നു ആ വണ്ടി. ഈ വണ്ടി KL60 ആണ്, കാഞ്ഞങ്ങാട്, മീൻസ് കാസർഗോഡ്. അടിപൊളി, ഹാപ്പി. സംഭവം ഒരു മോനെ കൈയാണിച്ച് നിർത്തിയതാണേ. അപ്പം ഓന് ഫോട്ടോ എടുക്കാൻ നമ്മൾ നിർത്തി കഴിക്കുമ്പോൾ ബേക്കിൽ 5-8 വണ്ടി വേറെയും വന്നു. അപ്പം എല്ലാവരും എടുക്കും. എടുത്തു കഴിഞ്ഞാൽ അപ്പുറം അടുത്ത വണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു റോഡ് സൈഡിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ 1 മണിക്കൂർ, അരമണിക്കൂർ എന്തായാലും നമ്മൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വേഗം അവിടെ നിന്ന് ഒഴിവാകുന്നത്. ആരോടും വിഷമമുണ്ടായിട്ട് ദേഷ്യമുണ്ടായിട്ട് ഒന്നുമില്ല. നമുക്കങ്ങ് എത്തേണ്ടതല്ലേ. എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമുക്ക് ആരും വിഷമിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ കുന്നമംഗലം ടൗണിലേക്കാണ് പോകുന്നത്. ടൗണെല്ലാം കാലി കേട്ടോ, വണ്ടികളുണ്ട് ഇഷ്ടംപോലെ റോഡ് മുതൽ. ടൗണൊക്കെ കാലിയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകും തിരൂരേക്കാണ്. തിരൂർ ആക്ച്വലി നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, നിങ്ങൾ ദുബൈയിലെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, മുസ്തഫ എന്ന്. മുസ്തഫയുടെ വീട്ടിലാണ് പോകണം. കാരണം മുപ്പരെ കാണണം, രണ്ടാമത് ബെസ്റ്റ് കണ്ടുകാന്നില്ല. പിന്നെ ഇവിടെ ഇരുന്നിട്ട് അടിക്കാണ്ട് ഓപ്ഷൻ ഒന്നുമില്ലോ. അപ്പോൾ ഞാനന്ന് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ സൈക്കിൾ പ്രോനെ പുറകെ പോയി നമ്മൾ ഫുഡ് കഴിച്ചില്ലേ, അന്നും ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു സമയത്ത് നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കൽ വളരെ റിസ്ക് ആയതുകൊണ്ട്. റിസ്ക് മീൻസ് വണ്ടിയിൽ നിന്ന് പോലീസിനെ പഠിച്ചിട്ടാണ്, അല്ല വേറെ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഉള്ളിൽ നിന്ന് കഴിച്ചാൽ ചിലപ്പം ഫൈനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഒരു റിസ്ക് ഉള്ളതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് നമ്മൾ വണ്ടിയിൽ നമുക്ക് കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടും നമ്മൾ സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ മുത്തുക്കാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മുപ്പര് അവിടെ വീട്ടിലുണ്ട്, മുപ്പര് ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. നമുക്ക് നേരെ വിടാം തിരൂരേക്ക്. മലപ്പുറത്തേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. തിരൂരെത്തി. പുല്ലൂർ എന്ന സ്ഥലത്ത്. ഇവിടെ എല്ലാം ഊരാണ്. താനൂര്, തിരൂര്, പുല്ലൂര്, ഏഴൂര് എല്ലാം ഊര് ഇതാണ് ലാസ്റ്റ് വരുന്നത്. മഴ ഇപ്പോൾ ഉണ്ട്. ഒരാൾ തലയെ കൈ വെച്ചിട്ട് ഇത് അതല്ലേ, ഇത് അവനല്ലേ ഈ വണ്ടി. ഈ നായ്ക്കുറുക്കനെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. ആ നായ്ക്കുറുക്കൻ നമ്മള് വണ്ടിക്ക് പേരിട്ടില്ലേ, നായ്ക്കുറുക്കൻ.
ഓ എടുത്തോ വാ. ഇപ്പൊ നമ്മളെ ഒരു ഫ്രണ്ടാണ്. ഇപ്പൊ നമ്മളൊരു ഫ്രണ്ടാണ്. ഹായ്, ആ ഓ വീഡിയോ എടുക്കുന്നത്. നിങ്ങളെ പച്ച ഹെൽമെറ്റ് ഉണ്ടാവും. ഓക്കെ മൊത്തം ഓക്കെ ശരി കേട്ടോ. ആയിക്കോട്ടെ. കാല് നോക്കണേ. ഏന്റെ മോനെ ഇപ്പൊ കാർ പാർക്കിംഗ് ആണ്. വീട് സൈഡുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ മുത്തുഖാൻ എടുത്തിട്ടുള്ളത്, മുത്തുഖാനെ ശരിക്കും നമ്മൾ ദുബൈയിലെ മുത്തുഖാന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? മൂപ്പരുടെ മറ്റേ എന്താ പറയുക പച്ചക്കറി ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും അവിടെ പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പം കുറേ ദിവസമായി മൂപ്പർ വിളിക്കുന്നു വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ ബെസ്റ്റ് കണ്ടുകാണ്ടായപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, മുത്തുക്ക വി ആർ കമ്മിങ്, ഫുഡ് പ്രിപ്പയർ ആക്കി വെക്കുന്നു. അപ്പോൾ നല്ല മന്തിയൊക്കെ ആക്കി തന്നിട്ടുണ്ട് അല്ല. ഇനിയിപ്പോൾ നമ്മളെങ്ങോട്ട് പോകണേ? മൂപ്പർക്ക് ഇവിടെ ഒരു AK മാളുണ്ട് തിരൂരാർക്കൊക്കെ അറിയാം. അപ്പം അങ്ങോട്ട് പോകണം. എനിക്ക് സാധനം കൂടെ വാങ്ങാൻ കേട്ടോ. മൂപ്പർ കൂടി ഞങ്ങളൊപ്പം വരുന്നത്. ഇതാണ് മൂപ്പരുടെ വീട്. ഷിബീർ പറഞ്ഞ തന്നെ. ഷിബീർ എന്താ പറഞ്ഞത്? സ്വർഗം. ഞാൻ ഇപ്പൊ നമ്മുടെ മുത്തുക്കാരുടെ ഒരു ഹൈപ്പർ മാർക്കറ്റിലുള്ളത്. ഇത് അവിടെ വണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ സ്റ്റാഫുകളാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു സാധനം വാങ്ങി റെഡ് ബുള്ളിൽ വാങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ല, ഉറക്കം വരുന്നുണ്ട്, അത് മാറാൻ വേണ്ടിട്ട് കേട്ടോ. സോ ഇനിയിപ്പോ നമ്മൾ നേരെ തിരിച്ചിട്ട് എറണാകുളത്തേക്ക് പോകണം. അപ്പൊ അങ്ങനെ നമ്മളിത് ഇപ്പം കൊച്ചിയിലേക്ക് വെച്ച് പിടിച്ചു. നമ്മൾ ഇവിടുന്ന് ഇനി ശിബിര എന്നെ കാണുന്നുണ്ട്. ശിബിര നമ്മുടെ ഇവിടുന്ന് ചമ്പ്രോട്ട പാലമഴയാണ് പോകുന്നത്. മൂപ്പര് നമ്മുടെ സുഹൃത്താണ്, ദുബൈയിലുള്ള സുഹൃത്ത്. അപ്പൊ അങ്ങനെയാണ് മൂപ്പരെ വീട്ടിൽ നമ്മൾ പോയത്. അപ്പൊ മൂപ്പര് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിളിച്ചു. നമുക്ക് ഒരു കവർ നിറച്ച് നമുക്ക് റെഡ് ബുൾ വന്നിട്ടുണ്ട്. അതെന്താ സംഭവിച്ചാല് പിന്നെ എവിടെയും കട ഉറക്കൂലെന്ന് അറിയാം. അപ്പൊ മൂപ്പര് വിളിച്ച് ഫുഡും തന്ന് കടയിൽ നിന്ന് വെള്ളവും പിന്നെ റെഡ് ബുള്ളും എല്ലാം എടുത്തു. ഭയങ്കര സ്നേഹിച്ച് കൊന്നു നമ്മള്. അല്ല ചാക്കര, ഈ മലപ്പുറത്താളത് ഇങ്ങനെ എല്ലാവർക്കും ഭ്രാന്താണ് സ്നേഹം. ട്രാവലിങ്ങിനോട് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ സത്യം കുറച്ച് എന്തെങ്കിലും കഴിവുള്ള ആൾക്കാരുടെ ഒരാള് അങ്ങനെ ഇല്ല, പക്ഷെ മിക്ക ആൾക്കാരോടും ഭയങ്കര കാര്യം അവർക്ക്. അതുപോലെ ഒരു കാര്യം കൂടി കുട്ടികളോടാണ്. നിങ്ങൾ നമ്മളെ ബബിൾഗം ചവക്കില്ല, ചോയിങ്ങം. ഈ ബബിൾഗം ചവച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ തുപ്പില്ലേ, ആ തുപ്പുന്ന സമയത്ത് അതെന്ത് ചെയ്യാൻ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും സാധനത്തിൽ പൊതിഞ്ഞിട്ട് മാത്രം കളയുക. അതെല്ലാം ഇങ്ങനെ സംഭവിക്കാൻ അറിയോ? ഇത് വെള്ള കളർ കാണാൻ നല്ല മൊഞ്ചുണ്ടല്ലോ. ഈ പക്ഷികൾ ഇത് കാണുമ്പോൾ വിത്തുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്സ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതെടുത്തിട്ട് കൊത്തിക്കഴിഞ്ഞാൽ എന്താവും? പറ്റിപ്പിടിക്കും ചൂടിൽ. അതിന് ഭക്ഷണം കഴിക്കാണ്ട് ഭക്ഷണം കിട്ടാണ്ട് അത് മരിച്ചു പോകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു അശ്രദ്ധ കൊണ്ട് ഒരു പക്ഷീൻ്റെ ജീവനാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ബബിൾഗം അല്ലെങ്കിൽ ചൂയിങ്ങൊക്കെ ചവച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിൽ തുപ്പാതിരിക്കുക. തുപ്പുന്നുണ്ടെങ്കിൽ ആ ബബിൾഗത്തിൻ്റെ തന്നെ കടലാസ് പേപ്പർ ഉണ്ടാവും, അത് ഇട്ടിട്ട് മാത്രം കളയുക കേട്ടോ. ഭയങ്കര രസമാണ്. ഇപ്പം സംഭവം എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി, നല്ലോണം മുട്ടുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം റോഡ് സൈഡിൽ ഇങ്ങനെ സൈഡാക്കാൻ നോക്കും, ബേക്കിൽ വണ്ടിക്കാർ ഇങ്ങനെ ഓടിക്കും നിർത്തുന്നു പറ്റും. അപ്പം എനിക്ക് മനസ്സിലായി പുറത്തേടെ വെച്ചിട്ട് ഉള്ളാൻ പറ്റില്ല. ഞാനങ്ങനെ ഹൈവേന്ന് അവിടെ റൈറ്റ് സൈഡ് ഒരു പാലം കയറി ഉള്ളിലോട്ട് പോയിട്ട് ഒരു ഗ്രൗണ്ടിന്റെ സൈഡിൽ നിർത്തിയിട്ട് ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയി നിർത്തി പുറത്തിറങ്ങി മൂത്രമൊഴിക്കാൻ പ്രിപ്പയർ ആകുമ്പോഴേക്കും ബേക്കിൽ ചട്ടപ്പട്ട പിള്ളേർ ആള് വന്ന് അർച്ചനാണ്. ഒരു 5-6 ബൈക്കും ഒരു കാറൊക്കെ എല്ലാവരും വന്ന് മൂത്രം ഒഴിക്കൽ ക്യാൻസൽ ചെയ്യും. പിന്നെ അവരപ്പുറം ഫോട്ടോസൊക്കെ എടുത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നല്ല മുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നം കൂടിയാണ്, പ്രൈവസി. അവിടെയാണ് പ്രശ്നം വരുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഇപ്പം മൂത്രമൊഴിക്കാൻ മുട്ടി നിൽക്കുന്ന സമയമാണെങ്കിലും ഒരാൾ ഫോട്ടോ ഒക്കെ എടുത്തോളൂ അവസ്ഥയാണ്. കാരണം നമ്മൾ കാരണം മറ്റുള്ളവർ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് മാത്രം കേട്ടോ. ചോന്ന കൊടിയിൽ നോക്കിയിരുന്ന പരിപാടി എന്താ ഇല്ല എന്താ കാണിച്ചോ? എന്നാ ഒന്ന് കാണിച്ച എന്താ ഉള്ളത്? വെൽക്കം ടു മല്ലു ട്രാവലർ. എടുത്തേക്കാ വെൽക്കം പറ. എടുത്തു പോവാം. അടിപൊളി. എന്റെ പേരെന്താ?
നമ്മളിങ്ങനെ പോയിക്കോണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിൽ കുറെ ആൾക്കൂട്ടം കൈയൊക്കെ പൊക്കി കാണിക്കുന്നത്. അപ്പൊ ഒരു കൊച്ചു കുട്ടീന്റെ കയ്യിലുണ്ട് ഒരു ഫ്ലക്കാർഡ്. ഇതാ എന്താ ചെയ്യുന്നത്? ഹായ് പറഞ്ഞ എല്ലാവരും. എനിവേ താങ്ക് യു കേട്ടോ. അവിടെ ബ്രോ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോ ചുവന്ന പേപ്പറൊക്കെ പിടിച്ച ഒരാൾ ഇങ്ങനെ നിൽക്കുന്നേ. നമ്മൾ ഈ റെയിൽവേയിലെ ചുവന്ന കൊടിയൊക്കെ ഒരുപാട് വണ്ടികൾ നമ്മളോട് നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ലിമിറ്റ് ആവാതുണ്ട് കേട്ടോ. പക്ഷെ ഇത് നമ്മൾ നിർത്തിയിട്ടാ നിർത്തി. കാരണം അതിലൊരു കാര്യം കൂടി, കുഞ്ഞുമക്കളെ എന്താണ് നിർത്തും 100. ഞാൻ എത്ര വില ഇനിയിപ്പോ ഞാൻ മരിക്കാൻ കിടക്കും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതായാലും കുഞ്ഞു കുട്ടികളെ നിർത്താൻ പറഞ്ഞാൽ നിർത്തും. കാരണം അവരുടെ പിന്നെ മനസ്സിൽ വെച്ചാൽ വലിയ ആൾക്കാരെ പറഞ്ഞു അവർ അത്രക്കും ജെനുവിനായിട്ട് ഇഷ്ടപ്പെട്ട് അവർ നമ്മുടെ അടുത്ത് വരുന്നത്. പക്ഷേ ഒരാൾ എന്നെ കാണാൻ വരുന്നത് ഒന്നുകിൽ അവർക്ക് ജെനുവിനായി ഇഷ്ടം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരൊരു പക്ഷെ അവരുടെ ചാനലിലേക്കോ മറ്റോ വീഡിയോനൊക്കെ വേണ്ടിയായിരിക്കും, വേറെ ആൾക്കാരെ എന്തെങ്കിലും കടയുടെ ഒക്കെ പ്രൊമോഷന് വേണ്ടിയായിരിക്കും. അപ്പോൾ ഓരോ ആൾക്കാരുടെ പർപ്പസ് വ്യത്യസ്തമാണ്. അതിൽ ജെനുവിനായ ആൾക്കാരെ നമുക്ക് വേഗം തിരിച്ചറിയാൻ പറ്റും. കുഞ്ഞു മക്കൾ 100% ജെനുവിനാണ്. അവരുടെ മനസ്സിലൊന്നുമില്ല, അവർക്ക് കാണണമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരാളെ മീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനൊരു ചാൻസ് ഉണ്ടാക്കുന്നത് അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു കാർഡൊക്കെ പിടിച്ചിട്ടാ കുട്ടി. പ്ലക്കാർഡൊക്കെ പിടിച്ച കുട്ടി. അടിപൊളി. കണ്ണൂരിനായിരുന്നേ. അടിപൊളി. വീട്ടിൽ വണ്ടി ബ്ലോക്ക് ആവുന്നുണ്ട്. ശരി, ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തിരിക്കുന്നു. അവര് കണ്ണൂരിന്ന് സ്കൂട്ടർ എടുത്ത് കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോ കൊച്ചി എത്തി. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ചേട്ടൻ്റെ വണ്ടി നമുക്ക് ഇവിടെ അൺലോഡ് ചെയ്യണം. ഞാനിപ്പം BMW ഷോറൂമിലുള്ളത്, അവിടെ മോട്ടോറാണ് ബൈക്സിൻ്റെ ഷോറൂമിലായിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ വണ്ടി ഇപ്പോൾ അവിടെ കൊണ്ട് അൺലോഡ് ചെയ്യണം. ഇവരുടെ അടുത്ത് റാമ്പൊക്കെ ഉണ്ട്, ഫുള്ള് സെറ്റപ്പ് ഉണ്ട് അവരുടെ അടുത്ത്, കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി വണ്ടി അതിനിടയിലേക്ക് കൂടി കൊണ്ടുപോയി അപ്പുറം കൊണ്ടുവച്ച് അവിടെ റിവേഴ്സ് എടുത്ത് നമുക്ക് ഇത് അൺലോഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ ഷബീർക്ക് അവർ വളരെ കഷ്ടപ്പെട്ട് കയറിയിരിക്കുകയാണ് മക്കളെ, വളരെ കഷ്ടപ്പെട്ടു. ഞാൻ ആസ് യൂഷ്വൽ ക്യാമറ എടുത്ത് വെക്കുന്നുണ്ട്, കാരണം അപ്പോൾ അവർ പണിയെടുക്കണ്ടല്ലോ. അപ്പോൾ വണ്ടി ഇതേ ഇവർ അൺലോഡ് ചെയ്യും. വണ്ടി സേഫാണ്, എവിടെയും ടച്ച് ചെയ്യും പിടിച്ചിട്ടൊന്നുമില്ല. കണ്ടോ നിങ്ങൾ, ശരിക്കും പറഞ്ഞാൽ വണ്ടി നമ്മൾ കെട്ടിയ കയറൊക്കെ പൊട്ടിയിരുന്നു കേട്ടോ. കെട്ടിയ കയറൊക്കെ ഓൾറെഡി പൊട്ടിയിരുന്നു. പക്ഷേ എങ്കിൽ ഈ വണ്ടിൻ്റെ വെയിറ്റും ഉണ്ട്, നല്ല വെയിറ്റിലുകൊണ്ടും പിന്നെ ബാലൻസിങ് ഉള്ളതുകൊണ്ടാണ് സൈഡ് സ്റ്റാൻഡ് ലിറ്റർ കറക്റ്റായിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ ഇവരിപ്പോൾ ഇനി വണ്ടി ഇവിടെ നിന്ന് അൺലോഡ് ചെയ്യും. അൺലോഡ് ചെയ്തിട്ട് ഇവിടെ റാമ്പ് കണ്ടോ, ഈ റാമ്പിലാണ് ഇവർ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ റാമ്പ് ഇവിടെ ഉണ്ട്. ഓക്കെ, റാമ്പിലേക്കാണ് ഇവർ അൺലോഡ് ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, സൈഡ് സ്റ്റാൻഡ് ഇട്ടാൽ മാത്രം മതി. യാ യെസ്. ഈ വണ്ടി പുറയിലോണ്ടില്ല, ഞാൻ വളരെ സ്ലോയിലാണ് വന്നേ. അയ്യോ, ടേണിംഗ് എല്ലാം എടുക്കുന്നുണ്ട്, അനക്കെന്നെ കരച്ചിടും അതിന്. താഴെ സാധനം വിളിക്കില്ല. മഡ്ഗാർഡ്. ഓക്കെ, അതിന്റെ ബേക്ക് പൊട്ടുന്നോണ്ടേ മഡ്ഗാർഡ് അയച്ചിട്ടുണ്ട്. യെസ്, കയറി കൂളായിട്ട് വണ്ടി ഇതേ ഇവർ അൺലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അൺലോഡ് ആയിരിക്കുകയാണ്. അതിന് ടയർ എടുത്ത് കയറ്റടാ ഷിബീർ എൻ്റെ വണ്ടി ക്ലീനർ കേട്ടോ, എൻ്റെ നായ്ക്കൂർക്കൻ്റെ ക്ലീനർ. ഞാൻ അടുത്ത പണിയുണ്ട് ഷിബീർ. ഇതാ ഈ സാധനം കണ്ട നീ ഇതില്ല, നീ ലൂസാക്കുവാ. ലൂസാക്കുവാ ടയർ നിലത്ത് കിടത്തിട്ടോ. ഇത് ലൂസാക്കടാ, ഇത് ലൂസാക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോക്കാണ്, നമ്മൾ അബാദിലാണ് സ്റ്റേ ചെയ്യുന്നത്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ വേറെ അത് ശരിക്കും BMW 1200 GS1 വണ്ടിയാണ്. അത് ഓഫ് റോഡ് സ്പെഷ്യൽ കിഡിലം വണ്ടി കേട്ടോ. അത് ബ്രേക്ക് ഡൗൺ ആയത് കണ്ടിട്ട് ഇങ്ങനെ വണ്ടി ലോക്കൽ വണ്ടിയാണ്, പാപ്പർ വണ്ടിയാണെന്ന് വിചാരിക്കുന്നു വേണ്ട. വണ്ടി കിഡിലം ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. പിന്നെ ഏത് വണ്ടിയായാലും ഏത് കമ്പനിയുടെ എത്ര വലിയ വണ്ടി ആയിരിക്കുന്നാലും
അതിന് മെയിൻ്റെനൻസിന്റെ കാര്യത്തിലോ മറ്റോ നമ്മൾ എന്തെങ്കിലും ഫോൾട്ട് കാണിച്ചാൽ അഫ്കോഴ്സ് അതിന് ചെറിയൊരു പ്രശ്നം വരും. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം വന്ന ഉടനെ നമ്മൾ ആ കമ്പനിയെ മോശപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിനെ മോശപ്പെടുത്തിയിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. വണ്ടി അടിപൊളി വണ്ടിയാണ്, ബ്രേക്ക് ഡൗൺ ആവും. കാരണം അത് മൂപ്പര് വീടിൻ്റെ മൂലക്ക് വെച്ച വണ്ടിയല്ല, ഓഫ് റോഡൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഓഫ് റോഡ് പോകുമ്പം പിന്നെ എന്തെങ്കിലും ചിലപ്പം എന്തായാലും ഇതൊക്കെ മെഷീൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് എന്തായാലും കംപ്ലയിൻസ് വരും, അതൊക്കെ സ്വാഭാവികം കേട്ടോ. അടിപൊളി വണ്ടിയാണ്, ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. അതിപ്പോൾ എന്തായാലും 1-2 ദിവസം കൂടി ശരിയാവും, മൂപ്പര് ബാക്ക് ടു ട്രാക്കിലേക്ക് വണ്ടി ഇറക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പരുടെ അടുത്ത് പൈസയോ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, അങ്ങനെ ഒരിക്കലും വാങ്ങുകയും ചെയ്യില്ല. കാരണം ബൈക്കേഴ്സിൽ ശരിക്കും നമ്മളൊരു ബ്രദർഹുഡായിട്ട് കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരാൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മളത് ചെയ്തേ പറ്റും, 100% നമ്മളത് ചെയ്തേ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ചെയ്ത കേട്ടോ. ഇപ്പോൾ അതുകൊണ്ട് സംഭവിക്കാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നാളെ വണ്ടി റിലീസായി കിട്ടും, സർവീസെല്ലാം കഴിഞ്ഞിട്ട്. ഇനി അതല്ല, ഞാനിനി ആ വണ്ടി നമ്മുടെ നായ്ക്കൂർക്കലിൽ ഇടാതെ അവിടെ വെച്ചിട്ട് വന്നു വെച്ചോ, ഒന്ന് സംഭവിക്കാതെ നാളെ ഇവരെ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് ഇവിടുന്ന് വണ്ടി വന്ന് അത് പൊക്കി കൊണ്ടുവരാൻ ഒരു ദിവസം എടുക്കും, സർവീസ് ചെയ്യാൻ. അങ്ങനെ ഒരു ദിവസം വെറുതെ വേസ്റ്റോ. എന്തിന് നമ്മുടെ ബൈക്കേഴ്സ് ഇപ്പോൾ നാളെ ഞാൻ ബൈക്കായി സൈഡായി കഴിഞ്ഞാൽ എന്നെ സഹായിക്കാനും ആൾക്കാർ വരണം. ഇപ്പം ഞാൻ ഈ ഒരു നായ്ക്കൂർക്കിനടുത്ത് പോകുമ്പോൾ തന്നെ ഒരുപാട് തവണ ഞാൻ നിർത്തിയിട്ടുണ്ട് റോഡ് സൈഡിൽ വണ്ടി. ഈ ബൈക്കായതൊക്കെ കാണുമ്പം പക്ഷേ ആൾക്കാർ കൂടുന്നതുകൊണ്ട് പല സമയത്തും വേഗം ക്ലിയർ ചെയ്ത് വിടലാണ്. പിന്നെ എൻ്റെ ഗോൾഡിങ് ഒക്കെ എടുത്ത് പോകുമ്പോഴാണെങ്കിൽ ഇപ്പം പെട്രോൾ വരുന്നതോ പഞ്ചറോ കണ്ട മാക്സിമം ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചെയ്യണം, എന്നാലും നമുക്ക് നല്ല ഹെൽപ്പ് കിട്ടും. അത് ഗോൾഡിങ് ആയാലും ഇനിയിപ്പം സാധാരണ ഒരു ചെറിയ പൈസയുടെ ചെറിയൊരു വണ്ടി ആയി കഴിഞ്ഞാലും എല്ലാം ഒരേ വാല്യൂ ആണ്. 2 വീലർ, ബൈക്കേഴ്സ്, ബ്രദർഹുഡ്, അത്രയുള്ളൂ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.